ബി എസ് സിയുടെ മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതിൽ ആദ്യത്തെ 1-2 സെക്ഷൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രോബ്ലംസൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. സിമിലർ ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ആദ്യത്തെ 1-2 പേജിൽ. ഓക്കെ, കാരണം അത് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ളതെല്ലാം എല്ലാ പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ആൾജിബ്ര എന്നുള്ളതാണ്. മൾട്ടിപ്ലിക്കേഷൻ ഇൻ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള 2 ഇക്വേഷൻസ് തരും. അതായത് x+2y അതുപോലെ 3x+4y, ഈ 2 ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ ആവശ്യം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുക? സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. x × 3x x × 4y പ്ലസ് 2y × 3x പ്ലസ് 2y × 4y, ഇതാണ് നമ്മൾ ചെയ്യുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? x × 3x ചെയ്യുമ്പോൾ 3x² എന്നാകും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4xy. അടുത്ത ടേം എന്ന് പറയുന്നത് 3 × 2 ചെയ്യുമ്പോൾ 6i 6xy എന്ന് വരും. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 × 4 ദാറ്റ് ഈസ് 8 ആൻഡ് y × y y² ആണ്. സോ 8y² എന്ന് വരും. 6xyയും 4xyയും കൂടെ കമ്പൈൻ ചെയ്ത് 10xy നമുക്ക് എഴുതാം. ദെയർഫോർ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? 3x² + 10xy + 8y² എന്ന് കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ x+2yയും 3x+4yയും അല്ലേ? സോ ആദ്യത്തെ ഇക്വേഷനിൽ എക്സും, 2 ഇക്വേഷനിലും എക്സും വൈയും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ആദ്യത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ വൈയുടെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്? 1ഉം 2ഉം ആണ് അല്ലേ? സോ ആ 1ഉം 2ഉം ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ 3x+4y ആണ്. അതിൻ്റെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3, വൈയുടെ കോഎഫിഷ്യൻ്റ് 4. സോ 3 and 4 എന്നുള്ളതും കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. ദെൻ ഈ നമ്പേഴ്സിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെർട്ടിക്കലി ആൻഡ് ക്രോസ് വൈസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. സോ എങ്ങനെ വരിക? 1 × 4, അതായത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? 1 × 3 ചെയ്യും. ദെൻ 1 × 4 പ്ലസ് 2 × 3 ചെയ്യും. ലാസ്റ്റ് 1 4 × 2 ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ചെയ്തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫൈനൽ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് 3, 10 and 8 എന്നുള്ള നമ്പേഴ്സാണ് കിട്ടുക. സോ 3 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? എക്സിൻ്റെ 2 ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അല്ലേ? സോ ഈ ആൻസറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് x² കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് ആ 3 വരിക. ഇനി ഈ രണ്ടാമത്തെ ടേം 10 എന്ന് പറയുന്നത് എക്സിനെയും വൈയിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. സോ 10 എന്ന് പറയുന്നത് കൂടെ xy എന്നുള്ള ടേമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത് വൈയുടെ 2 കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. സോ y × y, അതായത് y² എന്ന് പറയുന്നതാണ് 8ൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഈ രീതിയിലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇന്ന മെത്തേഡിൽ ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ പാറ്റേണിലുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ് താഴത്തേക്ക് ഈ തന്നിരിക്കുന്നതൊക്കെ. സോ ഞാൻ എല്ലാം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ എക്സും വൈയും മാത്രമല്ല y² ആൻഡ് ഇസഡിൻ്റെ ടേംസിലും ഇവിടെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സോ ഈ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക. ഓക്കെ, എക്സിനും വൈക്കും പകരം y² ഇസഡും ഉപയോഗിച്ച് നമുക്കങ്ങ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെയില്ല. y² z എന്ന് കൊടുക്കുക, അതായത് കോഎഫിഷ്യൻസ് താഴെ കൊടുത്ത് വെർട്ടിക്കലി ആൻഡ് ക്രോസ് വൈസ് ചെയ്യുന്ന പോലെ ചെയ്യുക. ദെൻ ഫൈനൽ ആൻസറിൽ y⁴, y² z² പോലുള്ള ടേംസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. y²ൻ്റെ 2 ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് y⁴ എന്ന് വരും. അതുപോലെ y²ൻ്റെ ടേമും അതുപോലെ ഇസഡിൻ്റെ ടേംസും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് -2. അതുകൊണ്ട് -2ൻ്റെ കൂടെ വരുന്നത് y² z എന്ന് പറയുന്ന ടേമാണ്. ഇസഡിൻ്റെ 2 ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത് z ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് -28. അതുകൊണ്ടാണ് അവിടെ z² എന്ന് വരിക. ഇനി ഇങ്ങനത്തെ മെത്തേഡ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2y² കൂട്ടത്തിൽ 7z വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് 3y² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ പ്ലസ് 4z × 3y² ചെയ്യുക, പ്ലസ് 4z × -7z ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. 2 മെത്തേഡിലും ഞാൻ പ്രോബ്ലം ചെയ്ത് ഇവിടെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ
ചെയ്ത് പഠിക്കുക. ഓക്കെ, ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയിപ്പോൾ 2 ടേം അല്ല 3 ടേംസ് വരുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. x² + 2x + 3 3x² + 2x + 4 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എക്സും വൈയും അല്ല, പകരം x² x⁻0 x⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. നമ്പേഴ്സ് മാത്രമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ x⁻0യുടെ കോഎഫിഷ്യൻ്റ് എന്നാണ് നമ്മൾ പറയുക. ആക്ച്വലി ഇത് 1ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ആ ഒരു മീനിങ്ങിലാണ് പറയുക. സോ നമ്മൾ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞാൽ മുന്നത്തെ ക്വസ്റ്റ്യൻസിൽ എഴുതിയതിന് പകരം ഇവിടെ എന്താ പറയുക, x² x ആൻഡ് x⁻0 എന്നാണ് കൊടുക്കുക. ദെൻ ആദ്യത്തെ ടേം ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, x² + 2x + 3 അല്ലേ. സോ അവിടുത്തെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്, 1 2 3. സോ 1 2 3 എന്നുള്ള നമ്പേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് 1 2 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, 3x² + 2x + 4 ആണ്. ഇതിനകത്തെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്, 3 2 4. സോ ഈ 3 2 4 എന്ന് പറയുന്ന നമ്പേഴ്സിനെയും 3 2 4 കൊടുക്കുന്നു. ദെൻ 1 2 3 ആൻഡ് 3 2 4 ആണ്. നമ്മൾ വെർട്ടിക്കലി ആൻഡ് ക്രോസ് വൈസ് ചെയ്യുന്ന അതേ പ്രൊസീജിയറിൽ പ്രോബ്ലം ചെയ്യുക. നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 3 8 17 14 ആൻഡ് 12 ആണ് കിട്ടുക. ഇതിൽ 3 എന്ന് പറയുന്നത് x⁻4ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. കാരണം x²ൻ്റെ 2 ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണത് അല്ലേ. x² × x² ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണത്. സോ x⁻4ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും അത്. അടുത്തത് x³ നെക്സ്റ്റ് 1 x², അടുത്തത് x. ലാസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, കോൺസ്റ്റൻറ്റ് ടേം ആണ്. സോ ഗ്രാജുവലി ഒന്നൊന്ന് കുറഞ്ഞു വരികയാണ്. അടുത്തത് x⁻4, അടുത്തത് x³, അടുത്ത x², പിന്നെ x, ദെൻ കോൺസ്റ്റൻറ്റ് ടേം. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. നേരത്തെ ക്വസ്റ്റ്യൻസിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത പോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. സോ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസും മൈനസും ഒക്കെ ഉണ്ടെങ്കിൽ തിരിഞ്ഞു പോകാതെയൊക്കെ നോക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ടൈം എടുത്ത് സമാധാനമായിട്ടിരുന്ന് തന്നെ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷൻസ് ആണ്. സിമ്പിൾ ഇക്വേഷൻസ് പേര് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് എന്ന് പറഞ്ഞ് തരുന്ന ക്വസ്റ്റ്യൻ ആണ് 2x + 7 = x + 9. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ എന്ത് ചെയ്യുക, 2x ഇവിടെ ഉണ്ട്. റൈറ്റ് സൈഡിലെ ഈ എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ 9 ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ 7നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി, 2x - x = 9 - 7 ആയി. ദാറ്റ് ഈസ് x = 2 എന്ന് കിട്ടും. ബേസിക് സിംപ്ലിഫിക്കേഷനാണ് ഉള്ളത്. ഇങ്ങനെ ബേസിക് സിംപ്ലിഫിക്കേഷൻ അല്ലാതെ ഇതിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയും കൂടി അവൈലബിൾ ആണ്. അതായത് നമുക്ക് ax + b = cx + d എന്നുള്ള പാറ്റേണിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് എക്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് x = d - b / a - c. ഓക്കെ, ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫോർമുലേൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. ദെൻ ഇനി അതുപോലെ വേറൊരു ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് x + a × x + b = x + c × x + d. ഈ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. എയുടെയും ബിയുടെയും സി ആൻഡ് ഡി എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് അതൊക്കെ ഒരു നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ x + 3 × x + 5 = x - 3 × x + 2 എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ എക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. x = cd - ab / a + b - c - d. ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക. c × d, അതായത് ലാസ്റ്റ് ടേമിലെ 2 c × d - a × b ആണ് നമ്മൾ ചെയ്യുക. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു, ഈ എയും ബിയും അങ്ങനെ തന്നെ പ്ലസ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലെ നമ്പേഴ്സ് സിയും ഡിയും ആണല്ലോ നമ്പേഴ്സ്, ആ നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ നമ്പേഴ്സ് അങ്ങനെ തന്നെ കൊടുത്തു a + b എന്ന്. റൈറ്റ് സൈഡിലുള്ള സിയും ഡിയും സബ്ട്രാക്റ്റ് ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ എയും ഇവിടെ ബിയും ഉണ്ട്, അത് a + b എന്ന് തന്നെ കൊടുക്കുകയാണ്. സിയും ഡിയും ഉള്ളതിനെ -c - d എന്നാണ് കൊടുക്കുന്നത്. സോ ഇക്വേഷൻസ് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, ആ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലമാണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. x + 1 × x + 2 = x - 3 × x - 4. ഇത് ഈ പറഞ്ഞ x + a × x + b = x + c × x + d ഫോർമുലാണ് ഇരിക്കുന്നത്. എയും ബിയും ആയിട്ട് ഇവിടെ ആരാണ്, 1ഉം 2ഉമാണ്. സിയും ഡിയും ആയിട്ട്
-3 ആൻഡ് -4 ആണ്. ഓക്കെ, പ്ലസും മൈനസും വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സി ഇൻറ്റു ഡി, അതായത് റൈറ്റ് സൈഡിലെ രണ്ട് ടേംസിൻ്റെ പ്രൊഡക്റ്റ് -3 ഇൻറ്റു -4, പിന്നെ എന്താണ് മൈനസ്, ആ മൈനസ് ആണ് ഈ നടുക്ക്, എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? എ പ്ലസ് ബി, അതായത് 1 + 2 മൈനസ് സി. മൈനസ് സിക്ക് പകരം നമ്മൾ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ -3 മൈനസ് ഡി എന്നല്ലേ, ഡിക്ക് പകരം -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ -4. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10/10 എന്നാണ് കിട്ടുക. ഫൈനൽ ആൻസർ 1 എന്ന് കിട്ടും. ക്ലിയർ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളൂ. ദെൻ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ആ പാറ്റേണിൽ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റൻ ആണ് താഴെ. x-6 ഇൻറ്റു x + 7 = x + 3 ഇൻറ്റു x - 11. ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? എ ആയിട്ട് -6 ആണ്, ബി ആയിട്ട് 7, സി എന്ന് പറയുന്നത് 3, ഡി ആയിട്ട് -11 ആണ്. സോ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ ഈ പറഞ്ഞ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും 1 എന്ന് പറയുന്ന ഒരു ആൻസറാണ് കിട്ടുക. ദെൻ അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, അടുത്ത സ്റ്റാർ ഇട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷനാണ് ax + b ഡിവൈഡഡ് ബൈ cx + d = p/q. ഇങ്ങനൊരു ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുക? എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് x = bq - dp ഡിവൈഡഡ് ബൈ aq - cp. ഇതാണ് ഫോർമുല. എങ്ങനെ ചെയ്യുക? ബി ക്യു, അതായത് ബി ഇൻറ്റു ക്യു മൈനസ് ഡി ഇൻറ്റു പി, ഇവരെ തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ബി ഇൻറ്റു ക്യു മൈനസ് ഡി ഇൻറ്റു പി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ക്യു, എയും ക്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് സി ഇൻറ്റു പി, ഇവരുടെ പ്രൊഡക്റ്റ്. മനസ്സിലായോ? ഈ രീതിയിലാണ് ഇക്വേഷൻ പോകുന്നത്. എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ ഈ നോട്ടിൽ ഇതുപോലെ സ്റ്റാർ നൊട്ടേഷൻ, ഇതുപോലെ സ്റ്റാർ നൊട്ടേഷൻ ഇട്ട് എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം തന്നെ റിസൾട്ടുകളാണ് കേട്ടോ. റിസൾട്ട് അല്ലെങ്കിൽ നോട്ട് എന്ന് പറഞ്ഞു വേണം നിങ്ങൾ ബുക്കിലേക്ക് എഴുതുന്നുണ്ടെങ്കിൽ എഴുതാൻ. അല്ലെങ്കിൽ ഞാൻ സ്റ്റാർ ഇട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കണം. അതാണ് മെയിൻ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുക. അതായത് ax + b ഡിവൈഡഡ് ബൈ cx + d = p/q ഫോർമുല ആണെങ്കിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് bq - dp ഡിവൈഡഡ് ബൈ aq - cp. ഇതായിരിക്കും ഫോർമുല. സോ ഫോർമുല കാണാതെ പഠിക്കുക. അതുപോലെ തന്നെ വേറൊരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, m/x + a + n/x + b = 0. ഇങ്ങനെ ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. എമ്മും എന്നും എയും ബിയും ഒക്കെ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? -mb - na ഡിവൈഡഡ് ബൈ m + n. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, -mb, നിങ്ങൾ നോക്കുക എമ്മും ബിയും ഒക്കെ എവിടെയുള്ള നമ്പേഴ്സ് ആണെന്ന് നോക്കുക. -mb എന്ന് പറഞ്ഞാൽ എമ്മും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുന്നു, -n ഇൻറ്റു a, അതാണ് ന്യൂമറേറ്ററായിട്ട് വരിക. ദെൻ ഡിനോമിനേറ്ററായിട്ട് വരുന്ന എന്താണ്? m + n, അതായത് നമ്മുടെ മുകളിലുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്യുന്നു. ഇതാണ് ഇക്വേഷൻ. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സോ ഓരോ ഇക്വേഷൻസും കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇതിപ്പോൾ രണ്ട് ടേംസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, m/x + a + n/x + b. ഇനി അതുപോലെ 3 ടേംസ് ഉണ്ടെങ്കിൽ m/x + a + n/x + b + p/x + c = 0 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. -mbc - nca - pab all divided by m into b + c + n into c + a + p into a + b. ഇത് കുറച്ച് വലിയ ഇക്വേഷനാണ്. എന്നെങ്കിൽ പോലും നിങ്ങളിത് കാണാതെ പഠിച്ചു വയ്ക്കുക. കാരണം ഈ ഒരു പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്കത് പെട്ടെന്നൊന്നും ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. സോ ഈ ഇക്വേഷൻ ഇച്ചിരി ലെങ്തി ആണെങ്കിൽ കൂടിയും, ഇക്വേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും നിങ്ങൾ അത് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാൻ നോക്കുക. ഓക്കെ, സോ ഈ മൊഡ്യൂളിൽ ഇതുപോലെ പല പല പാറ്റേണിലുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള
ഫോർമുലാസാണ് തരുന്നത്. അതിൽ നിങ്ങൾ പറ്റുന്നത്രയും പഠിച്ചു വയ്ക്കുക. എല്ലാം പഠിക്കണം ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം ഒന്നും പഠിച്ചാൽ കുറേയൊക്കെ തിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ എളുപ്പം തോന്നുന്ന പാറ്റേണുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ മൊഡ്യൂളിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പാകത്തിന്. മറ്റ് 2 മൊഡ്യൂളുകളെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മൊഡ്യൂളാണ്. സോ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്ന അല്ലെങ്കിൽ പഠിച്ച് പോകാവുന്ന ടോപ്പിക്കുകളെ ഇതിനകത്തുള്ളൂ. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇതിനകത്തുനിന്ന് ചോദിക്കില്ല. ഇതുപോലെ ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാവുന്ന കുറേ ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് നോക്കുക. 12x + 3x = 4x + 5x. സോൾവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആഡ് ചെയ്യുക. 12x + 3x ചെയ്യുമ്പോൾ 15x എന്നാണ്, 4x + 5x ചെയ്യുമ്പോൾ 9x എന്നാണ് കിട്ടുക. സോ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, = 0 എന്ന് വരും. ക്ലിയർ? സോ ആൻസർ = 0 ആണ്. സിമ്പിൾ ഇക്വേഷൻ ആണ്. ദെൻ അടുത്തത് 9 × x + 1 = 7 × x + 1. സോൾവ് ഇറ്റ്. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ 9നെ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കയറ്റുക. 9x + 9 × 1 ചെയ്യുമ്പോൾ 9 എന്ന് തന്നെ വരും. അതുപോലെ 7 × x + 7 × 1 7x + 7 എന്നാണ് കിട്ടുക. ദെൻ എക്സ് ഉള്ള ടേംസിനെയൊക്കെ ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? 9x - 7x = 7 - 9 എന്നാണ് വരിക. സോ 2x = -2 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ -1 നമുക്ക് കിട്ടും. ദെൻ അടുത്തൊരു റിസൾട്ട് അല്ലെങ്കിൽ അടുത്തൊരു നോട്ടാണ് ഞാനിവിടെ സ്റ്റാർ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് ഓഫ് 2 ഫാക്ടേഴ്സ് ഹാവിങ് സെയിം ന്യൂമറേറ്റർ ബ്രാക്കറ്റിലെ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് = 0. അതായത് നിങ്ങൾ ആ സെൻറ്റൻസ് അങ്ങനെ പഠിച്ചില്ലെങ്കിലും കാര്യം മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ പ്രത്യേകത നോക്കുക. തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതുപോലെ ഫ്രാക്ഷൻ ടേമാണ്, =0 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇനി 2 ടേമിൻ്റെയും ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്. നോക്കിയാൽ 2ഉം 1 എന്നല്ലേ കിടക്കുക. 2ഉം 2 എന്ന് കിടന്നാലോ 2ഉം 5 എന്ന് കിടന്നാലോ ഒക്കെ ഓക്കെയാണ്. ന്യൂമറേറ്റേഴ്സ് സെയിം ആയിരിക്കണമെന്നേ പറയുന്നുള്ളൂ. അത് നമ്പേഴ്സും ആയിരിക്കണം, =0 എന്നായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്രയും കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്റർ ടേം, അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ ടേംസ് ആരൊക്കെയാണ്? 2x - 1ഉം 3x - 1ഉം. ഈ 2 ടേംസും തമ്മിൽ സം എടുക്കുക. ഇവരുടെ സം എടുക്കുക, =0 എന്ന് കൊടുക്കുക. 2x - 1ഉം 3x - 1ഉം കൂടെ കൂട്ടിയാൽ എന്ത് വരും? 5x - 2 എന്നാണ് വരിക. 2xഉം 3xഉം കൂടെ ചേർന്ന് 5x ആകും. -1ഉം -1ഉം കൂടെ ചേർന്ന് -2 ആകും. സോ 5x - 2 = 0 എന്ന് വരും. 5xൻ്റെ വാല്യൂ 2 ആണ്. സോ എക്സിൻ്റെ വാല്യൂ 2/5 എന്ന് കിട്ടും. സോ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ 2 സ്റ്റെപ്പിൽ സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെയുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ, 2 ഫ്രാക്ഷൻസിൻ്റെ സമ്മായിരിക്കണം, =0 എന്നുള്ള ഇക്വേഷൻ ആയിരിക്കണം, ന്യൂമറേറ്റേഴ്സ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഡിനോമിനേറ്റേഴ്സിൻ്റെ സമ്മ് =0 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ വരുന്ന നെക്സ്റ്റ് റിസൾട്ടാണ് ഇത്. സം ഓഫ് ന്യൂമറേറ്റേഴ്സ് ആൻഡ് സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് ബി ദ സെയിം then that sum is equal to 0. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഏതാണ് ക്വസ്റ്റ്യൻ? 2x + 9 / 2x + 7 = 2x + 7 / 2x + 9. ഇവിടുത്തെ പ്രത്യേകത നോക്കുക. ന്യൂമറേറ്റേഴ്സിൻ്റെ സം, ന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 2x + 9ഉം 2x + 7ഉം. ഓക്കെ, ഇതാണ് ന്യൂമറേറ്റേഴ്സ്. അതായത് ഒരു ഫ്രാക്ഷൻ്റെ മുകളിൽ വരുന്ന ടേംസിനാണ് നമ്മൾ ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുക. ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? 2x + 9 + 2x + 7 ചെയ്താൽ എന്ത് കിട്ടുക? 4x + 16 എന്നാണ് കിട്ടുക. ഇനി ഡിനോമിനേറ്റേഴ്സിൻ്റെ സം നോക്കുക. ഡിനോമിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ്റെ താഴെ വരുന്ന ടേംസ്, അതായത് 2x + 7 ആൻഡ് 2x + 9. ഇവരെ ആഡ് ചെയ്താലും നമുക്ക് 4x + 16 തന്നെ കിട്ടുക. ന്യൂമറേറ്റേഴ്സിൻ്റെ സമ്മും ഡിനോമിനേറ്റേഴ്സിൻ്റെ സമ്മും സെയിം ആണെങ്കിൽ ആ സം, കിട്ടിയ സം എന്താണോ അത് =0 എന്ന് കൊടുത്താൽ മതി. സം =0 എന്ന് കൊടുക്കുക. അതായത് 4x + 16 = 0 എന്ന് കൊടുക്കുക. 4x = -16 ആകും. എക്സിൻ്റെ വാല്യൂ നമുക്ക് -4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത്തരം പ്രോബ്ലം ചെയ്യുക. ഇനി
അതുപോലെ വേറൊരു റിസൾട്ട്, ഇഫ് ഇൻ ദ algebraic total there be a numerical factor that should be removed. അങ്ങനെയാണെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതാ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 3x + 4 by 6x + 7 x + 1 by 2x + 3. നമ്മളിവിടെ എന്താ നോക്കേണ്ടത്? സം ഓഫ് ന്യൂമറേറ്റേഴ്സ് എന്ത് കിട്ടുമെന്ന് നോക്കാം. ന്യൂമറേറ്റേഴ്സ് പറഞ്ഞാൽ ആരൊക്കെയാണ്? 3x + 4ഉം x + 1ഉം. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുക, 4x + 5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 6x + 7ഉം 2x + 3ഉമാണ്. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6x + 7 + 2x + 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8x + 10 ആണ് അല്ലേ? 4x + 5ഉം 8x + 10ഉമാണ് കിട്ടുന്നത്. ഈ 8x + 10 എന്ന് പറയുന്നത് അതിൽ നിന്നൊരു 2 കോമൺ ആയിട്ട് ഔട്ട് എടുത്താൽ നമുക്ക് കിട്ടുന്നത് അകത്ത് 4x + 5 എന്ന് തന്നെ കിട്ടുന്നത്. മനസ്സിലായോ? 8x + 10ൽ നിന്ന് 4x + 5 നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 4x + 5 അതിൻ്റെ ഒരു ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാൾ, ഒന്നുകിൽ 4x + 5 അല്ലെങ്കിൽ 8x + 10, ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാളെ = 0 എന്ന് എഴുതി ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് പറയുന്നത്. സം എടുക്കുമ്പോൾ സം ഓഫ് ന്യൂമറേറ്റേഴ്സും സം ഓഫ് ഡിനോമിനേറ്റേഴ്സും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. സെയിം അല്ലാതെ വന്നാലും ഇതുപോലെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഓക്കെ ആണ്. രണ്ട് രീതിയിലും നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് 3x + 4 / 6x + 7 5x + 6 / 2x + 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നോക്കുക, ന്യൂമറേറ്റേഴ്സ് ഞാനിവിടെ n1 + n2 എന്ന് എഴുതിയിരിക്കുന്നത് ന്യൂമറേറ്റർ. ഫസ്റ്റ് ന്യൂമറേറ്ററിനെയാണ് ഞാൻ n1 എന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ന്യൂമറേറ്ററിനെയാണ് n2 എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, സോ n1 + n2 എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂമറേറ്റേഴ്സിൻ്റെ സം 3x + 4ഉം 5x + 6ഉം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 8x + 10 ആണ് കിട്ടുന്നത്. ഇനി അതുപോലെ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അതാണ് ഞാൻ d1 + d2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. രണ്ട് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോഴും 8x + 10 തന്നെയാണ് കിട്ടുക. രണ്ടും സെയിം അല്ലേ? സോ 8x + 10 = 0 എന്നൊരു ഇക്വേഷൻ എഴുതുക. അതിൽ നിന്ന് 8x എന്ന് പറയുന്നത് -10 ആണെന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ -5/4 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഇവിടെ ഞാനൊരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. സോ ഈ സ്റ്റാർ മാർക്ക് ഇട്ടിരിക്കുന്നതൊക്കെ അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സ്റ്റാർ ഇട്ടിരിക്കുന്നതൊക്കെ പുതിയ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നോക്കണം, അല്ലെങ്കിൽ പുതിയ മെത്തേഡ് ആണെന്നുള്ളത് നോട്ടീസ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 1/x - 7 + 1/x - 9 = 1/x - 6 + 1/x - 10. ഇങ്ങനെയാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഈ പാറ്റേണിലൊരു ഇക്വേഷൻ്റെ ഫോമുലയോ അല്ലെങ്കിൽ റിസൾട്ടുകളോ ഒന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഫ്രാക്ഷൻസ് ആയിരിക്കണം, ന്യൂമറേറ്റേഴ്സ് എല്ലാം 1 ആയിരിക്കണം. മനസ്സിലായോ? പിന്നെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും 1 ആയിരിക്കണം. എല്ലാ എക്സ് എന്നല്ലേ നിൽക്കുക, 2x എന്നോ 3x എന്നോ ഒന്നും ഇല്ലല്ലോ. സോ എല്ലാ എക്സ് എന്ന് തന്നെ ആയിരിക്കണം, ന്യൂമറേറ്റേഴ്സ് എല്ലാം 1 എന്നായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ആക്ച്വലി 4 ഡിനോമിനേറ്റേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ d1, ഇതാണ് d2, ദിസ് ഇസ് d3, ദിസ് ഇസ് d4. ഓക്കെ, സോ d1 + d2, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുന്നു നോക്കുക. റൈറ്റ് സൈഡിലെ രണ്ട് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, എന്ത് കിട്ടുന്നു നോക്കുക. രണ്ടും സെയിം ആണെങ്കിൽ അത് = 0 എന്ന് ഇട്ട് കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതാണ് പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, അതായത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? d1 + d2 ആണ് ചെയ്യുക. നമ്മുടെ ഡിനോമിനേറ്ററായ x - 7ഉം x - 9ഉം കൂടെ ആഡ് ചെയ്യുക, 2x - 16 എന്ന് കിട്ടും. ദെൻ d3 + d4, മൂന്നാമത്തെ ഡിനോമിനേറ്ററും നാലാമത്തെ ഡിനോമിനേറ്ററും കൂടെ ആഡ് ചെയ്യുക. d3 + d4 ചെയ്യുമ്പോഴും 2x + 16 തന്നെയാണ് കിട്ടുന്നത്. രണ്ടും സെയിം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2x + 16 = 0 എന്നുള്ള ഇക്വേഷൻ എഴുതി അത് സോൾവ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടിക്കോളും. ഓക്കെ, അതേ പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് തന്നിരിക്കുന്നത്. 1/x - 7 + 1/x + 9 = 1/x + 11 + 1/x - 9. സോ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെയും നമ്മൾ d1 + d2 എന്ത് കിട്ടുമെന്ന് നോക്കുക. d3 + d4 ചെയ്യുമ്പോഴും എന്ത് കിട്ടുമെന്ന് നോക്കുക.
D1 പ്ലസ് D2 എന്ന് പറഞ്ഞാൽ x-7 പ്ലസ് x+9 ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കുക. അതുപോലെ x+11 പ്ലസ് x-9 ചെയ്യുമ്പോഴും എന്ത് കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കേസിലും 2x+2 എന്ന് തന്നെയാണ് കിട്ടുന്നത്. സോ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, 2x+2 = 0 എന്ന് എഴുതിയിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ എക്സിൻ്റെ വാല്യൂ അങ്ങനെ -1 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ അത് അനദർ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇവിടെ നെഗറ്റീവ് സൈനാണ് വരുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം എന്താ കണ്ടോ, ഇടയ്ക്ക് പ്ലസ് ആയിരുന്നു, എല്ലാം പ്ലസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഇതാ നോക്കൂ, നെഗറ്റീവ് സൈനാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നെഗറ്റീവ് സൈൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നെഗറ്റീവ് സൈൻ ഇട്ടിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മെത്തേഡൊന്നുമില്ല. തൊട്ട് മുന്നേ ചെയ്ത പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ നെഗറ്റീവ് സൈൻ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ മൈനസ് വന്നിരിക്കുന്നത് (1/x-5) ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് +1/x-5 എന്ന് ആയിക്കോളും. ക്ലിയർ? ഞാനിവിടെ എഴുതിയതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ഓക്കെ, ഇത് 8 അല്ല കേട്ടോ, ഇത് 5 ആണ് ഇവിടെ വരിക. 1/x-12 പ്ലസ് 1/x-5 എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ കിട്ടിയതാണ് ഈ ടേം. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുക, -1/x-9 ഉണ്ട്. അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് +1/x-9 എന്നായിക്കോളും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ x-8 എന്നാണ് എഴുതിയിരിക്കുന്നത്. x-8 അല്ല, x-5 ആണ് കേട്ടോ. സോ ഇത് 8 അല്ല 5 ആണ്. ആ ഒരു കാര്യം നോട്ടീസ് ചെയ്യുക. ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ നോക്കുക, ഇനി നോക്കുകയാണെങ്കിൽ സം എന്ന് പറയുന്നത് നോക്കിയേ, x-8 D1 പ്ലസ് D2 എന്ന് പറയുന്നത് x-8 പ്ലസ് x-9 ആണ്. സം ചെയ്യുമ്പോൾ നമുക്ക് 2x-17 എന്ന് കിട്ടും. D3 പ്ലസ് D4 എന്ന് പറയുന്നത് x-12 പ്ലസ് x-5 ആണ്. അതും 2x-17 തന്നെയാണ് കിട്ടുക. സോ രണ്ടും സെയിം ആയതുകൊണ്ട് =0 എന്ന് ഇട്ട് കൊടുക്കാം. =0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 17/2 ദാറ്റ് ഇസ് 8.5 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? അതുപോലെ തന്നെ നെഗറ്റീവ് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തൊന്ന് തന്നിരിക്കുന്നത്. 1/x+1 മൈനസ് 1/x+3 = 1/x+2 മൈനസ് 1/x+4. സോ മൈനസ് വന്ന ടേമിനെയൊക്കെ ഈക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ -1/x+3 അല്ലേ, അത് ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +1/x+3 എന്നാകും. ഇവിടുത്തെ -1/x+4 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +1/x+4 എന്നാകും. ഇത് നോക്കുക, ഇതാണ് നമ്മുടെ D1 ആയിട്ട് വരുന്ന ആരാണ്, D1 എന്ന് പറയുന്ന x+1 ആണ്, D2 എന്ന് പറയുന്ന x+4 ആണ്. സോ D1 പ്ലസ് D2 ചെയ്യുക, നമുക്ക് 2x+5 എന്ന് കിട്ടും. ഇനി D3 എന്ന് പറയുന്ന x+2 ആണ്, D4 എന്ന് പറയുന്ന x+3 ആണ്. D3 പ്ലസ് D4 ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് 2x+5 തന്നെയാണ് കിട്ടുക. സോ രണ്ടും സെയിം ആയതുകൊണ്ട് 2x+5 = 0 എന്ന് കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ നമുക്ക് -5/2 എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/x+b മൈനസ്, അതായത് ഈ പാറ്റേണിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സിന് വരെ എയും ബിയും ഒക്കെ തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, 1/x+b ഈ ക്വസ്റ്റ്യൻ നോക്കുക. 1/x+b മൈനസ് 1/x+b പ്ലസ് d. റൈറ്റ് സൈഡിൽ 1/x+c മൈനസ് d മൈനസ് 1/x+c. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നടുക്ക് പ്ലസ് അല്ല മൈനസ് ആണെന്ന് മനസ്സിലാക്കുക. മൈനസ് വരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് വന്ന ടേംസിനെയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഇവിടെ നെഗറ്റീവ് വന്ന ടേം ഇതാണ്, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ +1/x+b പ്ലസ് d എന്ന് വരും. അതുപോലെ റൈറ്റ് സൈഡിൽ നെഗറ്റീവ് വന്നത് 1/x+c ആണ്, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, +1/x+c എന്ന് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പുതിയ ഇക്വേഷൻ നോക്കിയാൽ പുതിയ ഇക്വേഷനിൽ എല്ലാം നടുക്ക് പ്ലസ് ആണ്. ഇപ്പോഴത്തെ D1 എന്ന് പറയുന്ന ആരാണ്, x+b. D2 എന്ന് പറയുന്നത് x+c. സോ D1 പ്ലസ് D2 ചെയ്യുമ്പോൾ 2x+b+c എന്നാണ് കിട്ടുക. ഇനി D3 എന്ന് പറയുന്ന ആരാണ്, x+c മൈനസ് d. D4 എന്ന് പറയുന്നത് x+b+d ആണ്. D3 പ്ലസ് D4 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും,
2x പ്ലസ് ബി പ്ലസ് സി തന്നെയാണ് കിട്ടുക. ഓക്കെ, കാരണം ഒരു ഡിയും വരും, അത് ഡിയും മൈനസ് ഡിയും ഒന്ന് ക്യാൻസൽ ആയി പോയിട്ട് 2x പ്ലസ് ബി പ്ലസ് സി തന്നെയാണ് കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സം ഇസ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുന്നു. സോ 2xനെ മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തി ബിയും സിയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ബി മൈനസ് സി എന്നാണ്. ഇവിടെ 2 മൾട്ടിപ്ലൈ എന്തിരിക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 2നെ ഡിവൈഡ് ചെയ്യും, അത് 1/2 എന്നാകും. സോ ഫൈനൽ ആൻസർ x ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മൈനസ് ബി മൈനസ് സി എന്ന് കിട്ടും. ഓക്കെ, okay then.